മിഥുൻ, ബൈറ്റുകളിലൂടെ പ്രശസ്തയായ ഒരു സിനിമാ നടിയുണ്ട്. എല്ലാവരും, ഈ കേരളത്തിലുള്ള എല്ലാവരും അവരെ സിനിമാ നടിയെന്ന് അറിഞ്ഞത് തന്നെ അവരുടെ ചില ബൈറ്റുകളിലും ഇന്റർവ്യൂകളിലും കൂടെയാണ്. ശരി, അവർ കുറെ വെളിപ്പെടുത്തലുകൾ നടത്തി, അവർക്ക് ഭയങ്കര നിലപാടാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നത് എന്താണ്? അന്ന് മുതൽ അവർ പറയുന്നതെല്ലാം പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. ഇപ്പോഴും അവർ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അത് കേട്ടാൽ ഇവരെന്താ, ഈ മാധ്യമ പ്രവർത്തകരെയും ഈ നാട്ടുകാരെ എല്ലാം വെറും വിഡ്ഢികളാക്കുന്നത് പോലെയാണ് ഇവർ സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഇപ്പോഴും ഈ മാധ്യമ പ്രവർത്തകർ ഇവരുടെ പുറകെ ഇങ്ങനെ നടക്കുന്നതെന്നാണ്. ഒരു ഒരു ശരി, അവർ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നു എന്നാണ് അവർ പറയുന്നത്. ഇതാണോ സ്ത്രീകൾക്ക് വേണ്ടി യഥാർത്ഥത്തിൽ നിലകൊള്ളേണ്ട ആ നിലപാടെന്ന് പറഞ്ഞ ഇതാണോ അവരുടെ ആ ഒരു പറയുന്നത് കേട്ടാൽ ഇനിയും അവർക്ക് എന്തൊക്കെയോ പറയാനുണ്ട്. ഇനി അതൊക്കെ പറഞ്ഞ ഈ നാട് മുഴുവൻ അങ്ങ് വിറങ്ങലിച്ചു പോകുമെന്നാണ് പറയുന്നത്. അവരുടെ പഴയ ബൈറ്റുകളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, എനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ ഇരയായിട്ടില്ല, പക്ഷെ ഇരയായ ആൾക്കാർ ആരോടൊക്കെയോ പറഞ്ഞത് കേട്ടറിവ് വെച്ചിട്ടാണ് പറയുന്നത്. ഇതൊക്കെയാണോ യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിന് മുന്നിൽ ഒരു പൊതുപ്രവർത്തകനെതിരെ പറയുമ്പോൾ പറയേണ്ടത്? എന്നിട്ട് പറയുന്നത്, ആ ആളുമായി എനിക്ക് സൗഹൃദമുണ്ട്, ആ ആള് നവീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, ഞാൻ അനുഭവിച്ച വിഷയം ഒന്ന് ബ്ലോക്ക് ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ പരസ്പര വിരുദ്ധമായി ഈ പറയുന്ന ഇവർ ഇപ്പോഴും എന്തിനാണ് ഈ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നത്? ഇപ്പൊ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പരിപാടിയിൽ, CPM-ന്റെ ഒരു പരിപാടിയിൽ ഇവർ പങ്കെടുത്തു, കമ്മ്യൂണിസ്റ്റ് നേതാക്കളോടൊപ്പം നിൽക്കുന്നു. അതില് ഇപ്പൊ ഇവിടെ വളരെ വിവാദം, ഇവരുടെയൊക്കെ പേര് പറഞ്ഞാൽ പോലും ചിലപ്പോൾ നമുക്കെതിരെ അവർ സ്വമേധയാ കേസെടുക്കും. അവർക്ക് ആരെക്കുറിച്ചും എന്തും പറയാം. പക്ഷെ അവരെക്കുറിച്ച് ഒരു ആരോപണങ്ങൾ വരുമ്പോൾ അവർ ജവഹർലാൽ നെഹ്റുവിന്റെ പുസ്തകം എടുക്കും, അതിലെ കോട്ടുകൾ പറയും. സ്ത്രീകൾക്കും അവർക്കും എല്ലാം വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. ഈ പറയുന്ന ഈ യുവനടിക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, എന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് ശ്രദ്ധിക്കുന്നത് എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇതേ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കില്ലേ? സ്വകാര്യത, വ്യക്തി ജീവിതം, ഇതൊന്നും മറ്റുള്ളവരുടെ വ്യക്തി ജീവിതത്തെ ഇങ്ങനെ വാരി വലിച്ച് പൊതുമധ്യത്തിലേക്ക് ഇടാൻ. ഇപ്പൊ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയാതെയാണ് ഹൂ കേസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വളരെ വ്യക്തമായി സമൂഹത്തിന്റെ മുന്നിൽ ഈ ആളാണ് എന്ന് പറഞ്ഞു കൊടുത്തു. ഒരുപാട് ഓഡിയോ പുറത്തു വന്നു. ഈ ഓഡിയോ ആരുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഓഡിയോയുടെ ഉടമസ്ഥ, ഇപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ എനിക്കാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഞാൻ വരണം, ഇല്ലേ? ഞാനല്ലേ വന്ന് പറയാൻ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്ന്. ഇത് പേര് പോലും പേര് പറയണ്ട, ശരി, പേര് പറയണ്ട, ആ ആള് മുന്നോട്ട് വരണ്ടേ? ഇപ്പോഴും പറയുന്നു, എൻ്റെ അടുത്ത് ഇനിയും കുറെ ബോംബുകളുണ്ട്, എനിക്കിനി അത് പറയാനുണ്ട്, അത് പറഞ്ഞാൽ ഇവിടെ മൊത്തം കുലുങ്ങി പോകുമെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവരുടെ വസ്ത്രധാരണത്തെ പറ്റി മറ്റും ഇവർ പറയുന്നുണ്ട്. ഇപ്പോ ഞാനും ഒരു സ്ത്രീ തന്നെയാണ്, അപ്പം എനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. പക്ഷേ ഒരു പൊതുമധ്യത്തിൽ പോയിട്ട് ഇപ്പോ എക്സ്പോസ്ഡ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കുമ്പോൾ അവർ ഉറപ്പുവരുത്തുകയാണ്, എന്താണ്, ഇത് എക്സ്പോസ്ഡ് ആയിട്ടുണ്ടോ എന്ന്. ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല, അവരെ പോലെ വായുവിൽ നിന്നെടുത്ത് പറയുന്നതല്ല. നമ്മൾ ഈ റീൽസ് ഒക്കെ കാണുമ്പോൾ അറിയാം, നീലക്കുറുക്കനും നീലക്കുയിലും അവരൊക്കെ വന്ന് ചില സിനിമാ നടിമാരുടെ ദൃശ്യങ്ങൾ എടുക്കുമല്ലോ പല ആംഗിളുകളിൽ നിന്ന്. അതൊക്കെ അവർ കഷ്ടപ്പെട്ടെടുക്കുന്ന ദൃശ്യങ്ങളാണ്. പക്ഷെ ഇതിന് കഷ്ടപ്പാടൊന്നുമില്ല, വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി. അവർ എടുക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ ഇവർ തന്നെ പകർത്തി കൊടുക്കും. എന്നിട്ടും പറയുന്നു അതൊക്കെ എന്റെ സ്വകാര്യതയാണ്. ആയിക്കോട്ടെ, ആ സ്വകാര്യതയും വെച്ച് നിങ്ങൾക്ക് ജീവിച്ചാൽ പോരെ? മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഈ കടന്നുകയറ്റം നടത്തുന്നതിനാണ്? ഇവര് CPM-ന്റെ പരിപാടിയിൽ പോവുക എന്തോ ചെയ്തോട്ടെ. ശരിക്കും എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരെ കുറിച്ചാണ്. എന്തിനാണ് ഇവരുടെ പുറകെ ഇവരിങ്ങനെ നടക്കുന്നത്? ഇവർക്ക് എന്തെങ്കിലും അതിൽ നിന്ന് ഇവരുടെ വായിൽ നിന്ന് വരുന്ന മണ്ടത്തരങ്ങളെന്ന് തന്നെയാണ് നമുക്ക് കണ്ടാൽ തോന്നുന്നത്. അതിനെ എടുത്തു വെച്ച് ബ്രേക്കിംഗ് അടിക്കുകയാണ്. ഇത് എന്ത് സംസ്കാരമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല, ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ KJ ഷൈൻ എന്ന് പറയുന്ന CPM-ന്റെ വരുന്ന നേതാവ്, അവരുമായി ബന്ധപ്പെട്ട ഒരു വിവാദവെടുത്തിടയ്ക്ക് ഉണ്ടായിരുന്നു. ആ വിഷയത്തിൽ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് CPM പറവൂരിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിലാണ് പറയുന്ന യുവനടി പങ്കെടുത്തത്. അതോടെ തന്നെ അവരുടെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വെളിപ്പെടുത്തലിലെ ഓതന്റിസിറ്റിയെ കുറിച്ച് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു, ചോദ്യങ്ങൾ ഉയർന്നു സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും ഒക്കെ തന്നെ. ഇവർക്ക് ഈ CPM-ഉമായിട്ട് ഒരു ബന്ധമുണ്ട്, ഒരു പശ്ചാത്തലം, CPM-ന്റെ പശ്ചാത്തലം ഇവർക്ക് കുടുംബത്തിലുണ്ട് എന്ന് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി നേരത്തെ തന്നെ ഈ വിഷയത്തില് ചില പ്രതിവാദങ്ങളൊക്കെ തന്നെ നടന്നിരുന്നു. ഇപ്പോൾ അവര് എന്താ പറയുക, തനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും ഇല്ലാന്ന് പറയുന്ന ഒരു വ്യക്തി ഇതുപോലൊരു പരിപാടിയിൽ, CPM-ന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ചില പ്രതികരണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തപ്പോൾ അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായി. ആ വിഷയത്തിലാണ് ഇന്ന് അവരിപ്പോ മാധ്യമങ്ങളെ കണ്ടത്. ആ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അവർ പറയുന്നത്, തനിക്കെതിരായി അതിക്രമങ്ങൾ, ഈ സോഷ്യൽ മീഡിയ അതിക്രമങ്ങൾ നിർത്തിയില്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ, വളരെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയ്ക്കും ഗൗരവമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരത്
പറയാതെ രഹസ്യമായി വെക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അതല്ല, അവർ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ബാലും തുമ്പും ഇല്ലാതെ ഏതെങ്കിലും ഒരു അറ്റമല്ല വെളിപ്പെടുത്തേണ്ടത്, വ്യക്തമായി വെളിപ്പെടുത്തുക. ആർക്കെതിരെയാണെങ്കിലും നടപടി എടുക്കുക. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവർ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, സ്ത്രീകൾക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾക്കെതിരെയുള്ള പരിപാടിക്കാണ് ഇവരെ ക്ഷണിച്ച് ഇവർ പോയെന്ന് പറയുന്നു. വയനാട് ഒരു ഡിവൈഎഫ്ഐ നേതാവ് വന്ന് മോശമായി പെരുമാറി. അപ്പൊ ഭർത്താവ് പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്തുകൂട്, നമ്മുടെ കടങ്ങളൊക്കെ തീരട്ടെ എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പൊ ആ സ്ത്രീയെ ഇവർ വിളിച്ചിരുന്നോ? ഈ പരിപാടിയിൽ എന്തുകൊണ്ട് ആ സ്ത്രീയെ ഇവർ പങ്കെടുപ്പിച്ചില്ല? ഇപ്പൊ ആ സ്ത്രീ അനുഭവിച്ച അത്രയൊന്നും ബുദ്ധിമുട്ട് ഈ പറഞ്ഞ യുവനടിയൊന്നും അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് തന്നെ പറയുന്നത് ഞാൻ നേരിട്ടൊന്നും അനുഭവിച്ചിട്ടില്ല എന്ന് പലതവണ പറഞ്ഞതാ. അതെ, അതൊരു പാർട്ടി കുടുംബമാണ്. പാർട്ടി കുടുംബത്തിലെ ഒരു ഭാര്യയ്ക്കാണ് ഡിവൈഎഫ്ഐ നേതാവിൽ നിന്നും വളരെ മോശമായിട്ടുള്ള സമീപനങ്ങളും ഒക്കെ തന്നെ ഉണ്ടായത്. ആ സ്ത്രീ ഇവരെന്ത് വിളിക്കാത്തെ? അവരെയല്ലേ ആദ്യം വിളിക്കേണ്ടിയിരുന്നത്. അപ്പൊ ഇവർക്ക് ഇവരുടേതായ പ്ലാൻ ഉണ്ട്, അജണ്ടയുണ്ട്. അല്ല, അവർക്ക് എന്താ പറയുക, സെലക്റ്റീവ് ആണ് ഈ വിഷയത്തിൽ. അവര് സെലക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, തങ്ങൾക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ, തങ്ങൾ ഇരയാക്കപ്പെടുന്നു അല്ലെങ്കിൽ തങ്ങളെ വിമർശിക്കുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മാത്രമേ ഇവര് ഈ വിഷയത്തിൽ പ്രതികരിക്കൂ. ഇവര് പ്രതികൂട്ടി നിൽക്കുന്ന ഒരു വിഷയമാണെങ്കിൽ അവര് ഇത്തരം ഒരു വിഷയമാണെങ്കിൽ അവര് മൈൻഡ് ചെയ്യാനേ പോകത്തുള്ളൂ. ഇപ്പൊ നമ്മൾ നോക്കുക, ഏറ്റവും ഒടുവില് പാലക്കാട് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധങ്ങൾ കൂടുതൽ നടക്കുന്ന ഒരു ജില്ലയാണല്ലോ പാലക്കാട് എന്ന് പറയുന്നത്. അവിടെ നിന്നും CPM-ന്റെ ഒരു ബ്രാഞ്ച് നേതാവിനെ പോക്സോ കേസിൽ പിടികൂടിയെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നൊരു വാർത്ത. ഇന്ന് രാവിലെ വന്നൊരു വാർത്തയാണ്. അയാളെ പാർട്ടി പുറത്താക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പോലും ഇവരുടെ ഒരു പരിപാടിയിലാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ അത് എന്തോ സ്കൂൾ ജേഴ്സി അങ്ങോട്ട് വാങ്ങേണ്ട കടയിൽ വന്ന സമയത്ത് അതിനെ പീഡിപ്പിച്ചു എന്നാണ് കേസ്. അങ്ങനെ എന്താ പറയുക, ഇത്തരത്തില് ഈ പറയുന്ന CPM നേതാക്കളൊക്കെ തന്നെ നമ്മൾ നേരത്തെ അറിയാമല്ലോ, ഡിവൈഎഫ്ഐയുടെ ഒക്കെ നേതാക്കൾ ഇതേപോലെ ഒരുപാട് പോക്സോ കേസുകളിലും ഒക്കെ തന്നെ പെട്ട് വലിയ വിവാദങ്ങളായ വിഷയങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ അനശ്വതം ഈ പരിപാടി ഇതിലിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെ എതിർക്കപ്പെടേണ്ട സംഭവമാണെന്ന് പറയുമ്പോഴും കൊച്ചു പിള്ളേരെ വരെ ഇവര് പീഡിപ്പിക്കുകയും അത്തരം വളരെ മൃഗീയമായ ചില സമീപനങ്ങളാണ് ഈ പറയുന്ന ജനപക്ഷത്തിനൊപ്പം നിൽക്കുന്നതെന്ന് പറയുന്ന സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി വാദിക്കുന്ന, സ്ത്രീ സുരക്ഷ ഞങ്ങളുടെ അങ്ങോട്ട് കുത്തകയാണ്, ഞങ്ങളാണ് സ്ത്രീ സുരക്ഷയുടെ മൊത്തം അവകാശികൾ എന്നൊക്കെ പറയുന്ന പാർട്ടിയിൽ നിന്നും ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ഇവിടെ ഈ പറവൂരിലേക്ക് വരുമ്പോൾ ആ നടി പറഞ്ഞത് ഇതാണ്, ഇനിയും തനിക്ക് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടത്, അങ്ങ് തന്നെ അത് നിർബന്ധിതമാക്കരുത്, അത് ഭീഷണിയാണത്, ഒരു ബ്ലാക്ക് മെയിലിംഗ് പോലെയാണ്. അങ്ങനെ ചെയ്യേണ്ട കാര്യമല്ലത്. അവർ നേരത്തെ ആദ്യം ആ ഒരു വെളിപ്പെടുത്തൽ നടന്നപ്പോൾ പറഞ്ഞത് എനിക്ക് ഇങ്ങനെ ചില മെസ്സേജുകൾ അയച്ചു, അത് ഇയാള് നവീകരിക്കപ്പെടണം എന്നത് കൊണ്ടാണ് പറയുന്നത് പറഞ്ഞുകൊണ്ട് പേര് പറഞ്ഞില്ലെങ്കിലും ഞാൻ ചൂണ്ടിക്കാണിക്കത്തില്ല, ഞാൻ തുപ്പിക്കാണിക്കാന്ന് പറയുന്നത് പോലെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലെ കാര്യങ്ങളൊക്കെ പറയും. ഇപ്പോഴും അവർ പറയുന്നത് ഞാൻ ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരെടുത്ത് പറഞ്ഞില്ല എന്നൊക്കെ അവര് സാങ്കേതികമായിട്ട് ശരിയാണ്, പേര് പറഞ്ഞില്ല എങ്കിൽ പോലും ആരാണെന്ന് ഈ എന്താണ് അരിയാഹാരം കഴിക്കുന്ന ആർക്കും ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അത് ആ വിഷയത്തിൽ അവർ അന്ന് അങ്ങനെ പ്രതികരണം നടത്തുന്നു. ഇപ്പോൾ അവർ പറയുന്ന കൂടുതൽ അനുഭവങ്ങൾ തനിക്കുണ്ടായത്, അന്ന് അവര് അത് പറഞ്ഞില്ല. ഇപ്പോൾ തനിക്ക് കൂടുതൽ അനുഭവങ്ങളുണ്ട്, വളരെ മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വളരെ ഗുരുതരമാണ് ആ വിഷയങ്ങളൊക്കെ. അത് ഞാൻ പറയും, ഞാൻ പറയാൻ നിർബന്ധിതനാകും എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു അനീതിയാണ്. അവർ സ്വയം കാണിക്കുന്ന ഈ സ്ത്രീപക്ഷ എന്ന് പറയുന്ന നിലപാടുകളിനോടുള്ള ഒരു ഇതാണെന്നല്ല പറയുന്നത്, ആ നിലപാടിനോട് കാണിക്കുന്ന ഒരു അനീതിയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം അവര് അങ്ങനെ വിഷയമുണ്ടെങ്കിൽ അവർ തുറന്നു പറയണം, ആ പേരുൾപ്പെടെ പറഞ്ഞുകൊണ്ട് തുറന്നു പറയുകയാണ് വേണ്ടത്. ഇനിയും അവര് ഞാൻ പേര് പറയാതെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇനി ഉണ്ടെന്ന് പറയുമ്പോൾ അവർ ആ പേര് ആരാണ് വ്യക്തി എന്നുള്ളത് പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ട് കൂടുതൽ അനുഭവങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുള്ളതാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് നേരിട്ടറിയാവുന്ന വിഷയങ്ങളുണ്ടെങ്കിലും അവർ പറയുകയാണ് വേണ്ടത്. പറഞ്ഞ് നിയമപരമായ നടപടിയിലേക്ക് പോകട്ടെ, അല്ലാതെ ആരെയാണ് ഇവർ ഭീഷണിപ്പെടുത്തുന്നത്? അതായത് മിഥുൻ പറഞ്ഞതുപോലെ ഇപ്പൊ സ്ത്രീകൾക്ക് അനുകൂലമായ നിയമമാണുള്ളത്, സ്ത്രീകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അവർക്ക് നിയമസഹായം തേടാൻ പറ്റുന്നു. പക്ഷെ ഇത് അങ്ങനെയുള്ള, അതായത് യഥാർത്ഥത്തിൽ നീതി ലഭിക്കേണ്ട സ്ത്രീകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണിത്. ഇവർ സ്ത്രീകൾക്ക് വേണ്ടി എന്ന് പറയുന്നില്ലേ, ഇത് സ്ത്രീകൾക്ക് വേണ്ടിയാണോ? ഇല്ല, ഇത് തെരഞ്ഞെടുപ്പ് വരെ ഇങ്ങനെ ഇതിനെ ഈ കുറേശ്ശെ ഇവരിങ്ങനെ ഇതിന്റെ ചെറിയ ചെറിയ പീസ് ഒരു ഉദ്ദേശവും ഇല്ല എന്ന് കേരളത്തിലെ സ്ത്രീകൾക്ക് അല്ല. മൊത്തത്തിൽ നേരത്തെ പറഞ്ഞത് നമ്മൾ ഈ മൊത്തത്തില് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ ഇവര് പാർട്ടി ഭേദമന്യേ ഈ വിഷയത്തിൽ പ്രതികരിക്കണം. തങ്ങളുടെ പാർട്ടിക്കാര് പ്രതികളായിട്ടുള്ള സ്ത്രീകൾക്കെതിരെ അങ്ങേയറ്റ പ്രതിഷേധപരമായ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള നമുക്കറിയാമല്ലോ, അന്തരിച്ചുപോയ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഉൾപ്പെടെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന MM മണി ആണെങ്കിലും A വിജയരാഘവൻ ആണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് മുതിർന്ന ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകള് പരാമർശങ്ങൾ എല്ലാം നടത്തിയിട്ടുള്ളവരുണ്ട്. ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ആ പീഡന കേസുകളിൽ, ഇന്നിപ്പം പറഞ്ഞ പോക്സോ കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതികളായിട്ടുള്ള ഇഷ്ടം പോലെ നേതാക്കളുണ്ട്. ആ വിഷയങ്ങളൊക്കെ ഇവർ അഡ്രസ്സ് ചെയ്യുകയാണ് വേണ്ടത്. ആ ഇരകളെ ഒക്കെ തന്നെ ഇവർ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്. അത് ചെയ്യാതെ തങ്ങളുടെ പാർട്ടിക്കാരൊക്കെ പ്രതികളായിട്ടുള്ള കേസുകളൊക്കെ അങ്ങോട്ട് മാറി നിൽക്കട്ടെ, അതവിടെ നിൽക്കട്ടെ, ഇത് ഞങ്ങള് ഇരകളാക്കപ്പെടുന്ന അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യമുള്ള കേസുകളാണെങ്കിൽ അത് ഞങ്ങൾ അറ്റൻഡ് ചെയ്യാം, അത് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യാം എന്ന് പറയുന്നത് തന്നെ ഒരു ഇരട്ടത്താപ്പാണ്. അതല്ല ഈ വിഷയത്തിൽ വേണ്ടത്. അവർ മൊത്തത്തിൽ ഈ പറയുന്ന
നീതിക്ക് വേണ്ടിയാണെങ്കിൽ, സ്ത്രീകൾക്കുള്ള നീതിക്ക് വേണ്ടിയാണെങ്കിൽ എല്ലാ സ്ത്രീകളെയും, ഇരകളാക്കപ്പെടുന്ന എല്ലാ സ്ത്രീകളെയും, അത് തങ്ങളുടെ പാർട്ടിക്കാരാണെങ്കിലും തങ്ങളുടെ മുന്നണിയിലുള്ള ആൾക്കാരാണെങ്കിലും എല്ലാം ഇരകളായിട്ടുള്ള സ്ത്രീകളെയും ചേർത്ത് പിടിക്കുകയും അവർക്ക് നീതിക്ക് വേണ്ടി വാദിക്കുകയുമാണ് വേണ്ടത്.